ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം. ഒരു പുതിയ പ്രഭാതം കൂടെ നമുക്ക് ദാനമായി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവശബ്ദത്തിനു വേണ്ടി പ്രിയരെ കാതോർക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിക്കുന്നത് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത് വാക്യമാണ്. 2 കൊരിന്ത്യർ 1:10. ഞാനും സിൽവാനോസും തിമോഥെയോസും നിങ്ങളോട് പ്രസംഗിച്ച ദൈവപുത്രനായ യേശുക്രിസ്തു ഒരിക്കൽ ഉവ്വ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. അവനിൽ ഉവ്വ് എന്നത്രേ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പൗലോസ് പറയുന്നു, ഞാനോ തിമോഥെയോസോ സിൽവാനോസോ ആരുമാകട്ടെ, നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം എത്ര ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ ഉവെന്നാണ്, യെസ് എന്നാണ്. കുഞ്ഞ് ദൂത് പറഞ്ഞത് ആരായാലും നീ ഇപ്പോൾ ക്രിസ്തുവിലാണെങ്കിൽ യെസ് എന്നാണ്, ഓ എന്നത്രേ. ക്രിസ്തുവിൽ ഉവ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വിട്ട് അകന്നിട്ട് വാഗ്ദത്തം പ്രതീക്ഷിക്കരുത്. പരിശുദ്ധം നൽകിയ വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും കാലം എത്ര കഴിഞ്ഞാലും കുഞ്ഞെ നാം ക്രിസ്തുവിന്റെ ഉപദേശത്തെ വിട്ടു പോകാതെ ക്രിസ്തുവിൽ നിലനിൽക്കുന്നെങ്കിൽ തിരുവെടുത്ത് പറയുന്നു, യെസ്, വാഗ്ദത്തം ഉവ് എന്നത്രേ. കുഞ്ഞെ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, തലമുറയെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്റെ മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിൽ യെസ് എന്നാണ്. ഇപ്പോൾ സാഹചര്യം എന്തുമായിക്കോട്ടെ, നീ ക്രിസ്തുവിലാണോ? യെസ്. ശ്രദ്ധിക്കൂ, സർവശക്തനായ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തെ വ്യക്തമാക്കുന്നതാണ് ഈ വാക്യം. വാഗ്ദത്തം കേട്ടവനെതിരെ എന്തൊക്കെ ദുരാരോപണങ്ങൾ ഉയർന്നാലും, അപവാദ പ്രചരണങ്ങൾ അലയടിച്ചാലും, ബന്ധുക്കളൊക്കെ തള്ളിക്കളഞ്ഞാലും, നീ ഇന്നും ക്രിസ്തുവിലാണെങ്കിൽ കേട്ട വാഗ്ദത്തം പ്രാപിക്കുക തന്നെ ചെയ്യും, യേശുവിന്റെ നാമത്തിൽ. വാഗ്ദത്തം കേട്ടവർ കാലപ്രവാഹത്തിന്റെ കുത്തൊഴുക്കിൽ ക്ഷീണിതരായാലും വാഗ്ദത്തം ക്ഷീണിക്കത്തില്ല, വാഗ്ദത്തം നിറവേറുക തന്നെ ചെയ്യും. വളരെ മനുഷ്യരെ സന്ദർഭോചിതമായി മാറ്റി പറഞ്ഞേക്കാം. ആരെങ്കിലും നിനക്കെതിരെ ഒരു ദോഷം പറഞ്ഞാൽ പുനരാലോചനയ്ക്ക് തയ്യാറാകാതെ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം അവർ മാറ്റി പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ മാറ്റത്തില്ല, വാഗ്ദത്തം ചെയ്താൽ മാറുകയില്ല, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ നോക്കൂ, ആസിയിൽ വെച്ച് ജീവനോട് ഇരിക്കുമോ എന്ന് സംശയിച്ചു. എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നു. മനസ്സറിയാത്ത കുറ്റത്തിന് പലവട്ടം തടവിൽ കിടന്നു പ്രാണഭയത്തിലായി. 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാലടി കൊണ്ട്, കല്ലേറുകൊണ്ട് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, സിംഹത്തിന്റെ വായിൽ അകപ്പെടേണ്ടതായിരുന്നു, കള്ള സഹോദരന്മാർ നശിക്കേണ്ടതായിരുന്നു. എന്നിട്ടും തകർന്നു പോകാഞ്ഞത് വാഗ്ദത്തം അവനെ കാത്തുകിടന്നത് കൊണ്ടാണ്. സ്തോത്രം. കുഞ്ഞേ, നീ കൈക്ക് തീരുമെന്ന് പലരും വിധി എഴുതിയതാ. പക്ഷെ ഇന്നും ജീവനോടിരുന്ന് ദൈവശബ്ദം കേൾക്കുന്നത് വാഗ്ദത്തം ശേഷിക്കുന്നതുകൊണ്ട്. ഹല്ലേലൂയ. കൊറോണ വന്നിട്ടും വെന്റിലേറ്ററിൽ കിടന്നിട്ടും ഓക്സിജൻ ലെവൽ താണ്ടിട്ടും ഡോക്ടർമാർ വിധി എഴുതിയിട്ടും അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചിട്ടും ദൈവം പറഞ്ഞ വാഗ്ദത്തം ശേഷിക്കുന്നത് കൊണ്ടാണ് മക്കളെ നീ ഇന്നും തകർന്നു പോകാതെ ജീവനോടിരിക്കുന്നത്. കുഞ്ഞെ, പരിശുദ്ധാത്മ പറയുന്നത് കേൾക്ക്. എബ്രായർ 10:36. ദൈവേഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച വേദഭാഗത്തിന്റെ തുടർച്ചയാണിത്. ദൈവേഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കാൻ ദൈവേഷ്ടം ചെയ്തുകൊണ്ട് സഹിച്ചു നിൽക്കണം. ദൈവേഷ്ടം ചെയ്തുകൊണ്ട് സഹിച്ചു നിൽക്കണം. വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത ആവശ്യമാണ്. ഹല്ലേലൂയ. അല്പകാലം കൂടെ സഹിച്ചു നിൽക്കും മക്കളെ. ദൈവേഷ്ടം ചെയ്തുകൊണ്ട് സഹിച്ചു നിൽക്ക്. വെയിറ്റ് ചെയ്യുക. നിന്നോട് പറഞ്ഞ ക്രിസ്തുവിന്റെ വാഗ്ദത്തം യെസ് എന്ന് തന്നെയാണ്. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണേ, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറുന്നതിന് കർത്താവ് നിശ്ചയിച്ചൊരു സമയമുണ്ട്. സ്തെഫാനോസിന്റെ പ്രസംഗം ഒന്ന് കേൾക്ക്. അപ്പോസ്തലപ്രവൃത്തികൾ 7:17. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ, ശ്രദ്ധിക്കണേ, വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു, പെരുകി. ഒടുവിൽ യോസഫിനെ അറിയാത്ത മറ്റൊരു രാജാവ് മിസ്രൈമിൽ വാണു. നമ്മുടെ വംശത്തോട് അവർ ഉപായം പ്രവർത്തിച്ചു. നോക്കൂ, വാഗ്ദത്ത കാലം അടുത്തപ്പോൾ, വാഗ്ദത്തം നിറവേറേണ്ട കാലം അടുത്തപ്പോൾ സാഹചര്യം വഷളാവുകയാണ്. യോസഫിനെ അറിയാത്തൊരുത്തിന് അധികാരത്തിൽ വന്നു. അവൻ വാഗ്ദത്തം കേട്ട ദൈവകുഞ്ഞുങ്ങളോട് ഉപായം പ്രയോഗിച്ചു. മക്കളെ, പ്രതികൂലം വർദ്ധിക്കുന്നെങ്കിൽ, പ്രതിസന്ധി ശക്തമാകുന്നെങ്കിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ദൈവമക്കളോട് ദ്രോഹം ചെയ്യുന്നവൻ അധികാരത്തിൽ വന്നെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ വാഗ്ദത്ത കാലം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്ക്. ഈ പ്രശ്നം നിന്നെ ഒഴുക്കിക്കൊണ്ടു പോകത്തില്ല. ഈ പ്രതികൂലം നിന്നെ തകർക്കത്തില്ല. തീരത്തോടടുക്കുന്നത് കൊണ്ട് അത് തീരത്തോടടുക്കുന്നത് കൊണ്ടാണ് മക്കളെ തിരയുടെ ഹേമം വർദ്ധിക്കുന്നത്. അതേ കുഞ്ഞെ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുന്ന കാലം, വാഗ്ദത്ത കാലം അടുത്തിരിക്കുന്നു. സ്തോത്രം. വാഗ്ദത്തം കേട്ട ദൈവകുഞ്ഞുങ്ങൾ പീഡനത്തിലേക്ക് കടന്നപ്പോ വാഗ്ദത്തം കൊടുത്തവൻ എന്താ ചെയ്തത്? പുറപ്പാട് 3:7-8 വാക്യങ്ങൾ. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, അവരെ വിടുവിച്ചു വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കേട്ടോ മക്കളെ, പ്രതികൂലത്തിന്റെ നടുവിൽ ഉള്ളുരുകി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തു വരുമ്പോൾ പ്രതിസന്ധി അലയടിച്ചുയരുകയാണോ? വാഗ്ദത്തം നിവർത്തിക്കുവാൻ വാഗ്ദത്തം പറഞ്ഞവൻ ഇറങ്ങി വരും. യെസ്,
ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തം കേട്ട ജീവിതമേ പ്രതികൂലം വർദ്ധിക്കുമ്പോൾ, ശത്രുക്കൾ നിന്നോട് ഉപായം പ്രവർത്തിക്കുമ്പോൾ, സ്നേഹിച്ചവരകന്നു മാറുമ്പോൾ വാക്കു പറഞ്ഞവൻ മാറത്തില്ല കേട്ടോ. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ശത്രു പിടിച്ചു വെച്ച അധികാരത്തിന്റെ നുഖക്കൈകളെ ഒടിച്ച് അവൻ കെട്ടുകളെ പൊട്ടിച്ച് പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി പ്രതികൂലങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ട് വാഗ്ദത്തത്തിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ചു നടത്തും. യെസ്, സ്തോത്രം. നാളുകൾക്ക് മുമ്പ് കേട്ട വാഗ്ദത്തം നെഞ്ചിനുള്ളിൽ ചില്ലിട്ട് വെച്ചുകൊണ്ട് കഷ്ടതയിലൂടെ, നഷ്ടങ്ങളിലൂടെ, പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ജീവിതമേ, നിന്നോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തിരിക്കുന്നു. വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുക. നീ വാഗ്ദത്തത്തോട് അടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തം നിറവേറാൻ ഒരു കാലമുള്ളതുപോലെ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുവാൻ ദൈവം ഒരു സ്ഥലവും നിശ്ചയിച്ചിട്ടുണ്ട്. യെസ്, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വാഗ്ദത്തം നിറവേറാൻ ഒരു കാലമുള്ളതുപോലെ കുഞ്ഞെ, നീ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാൻ ഒരു സ്ഥലവും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. സ്തോത്രം. നമുക്കറിയാം, മനുഷ്യകുലത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവ് മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റ് തന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അവൻ നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകരുത്. അപ്പോസ്തലപ്രവൃത്തിയിൽ 1:4 നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം യെരൂശലേം ചോര കുതിക്കുന്നവരുടെ നാടാണ്. ദൈവമക്കളെ പറിച്ചു കീറാൻ നടക്കുന്ന കാപാലിക കൂട്ടം, യഹൂദ മതത്തിന്റെ ആചാര സംരക്ഷകർ ക്രിസ്തുവിന്റെ മാർഗത്തിനെതിരായി പടവാളങ്ങി നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ ഭീതി നിറഞ്ഞ ഹൃദയത്തോടെ കഴിയുന്ന ജനത്തോട് പറയുന്നത്, എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്. വാഗ്ദത്തം പ്രാപിക്കുവോളം ഇവിടെ തന്നെ നിൽക്കണം. കുഞ്ഞേ, നിന്നെ തൊട്ട് പരിശുദ്ധ ആലോചന പറയുക. നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്തുനിന്നും അപമാനിക്കപ്പെട്ട ഇടത്തുനിന്നും ഇട്ടെറിഞ്ഞു പോകരുത്. ഇവിടെ തന്നെ നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വീട്ടുകാരും നാട്ടുകാരും എതിരായാലും, നിന്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ എതിരായി നിന്ന് ആരോപണം നിരത്തിയാലും, ദൈവം പറഞ്ഞ വാഗ്ദത്തം നീ അപമാനം ഏറ്റുവാങ്ങിയ സ്ഥലത്തു തന്നെ നിറവേറും. യെസ്, യേശു അവരോട് പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. പരിശുദ്ധാത്മ എന്ന വാഗ്ദത്തം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആമേൻ. എന്തിനുള്ള ശക്തിയാ? പ്രതികൂലത്തെ ഓവർകം ചെയ്യാനുള്ള ശക്തി, പ്രതിസന്ധികളെ മറികടക്കാനുള്ള ശക്തി, കഷ്ടതയെ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കാനുള്ള ശക്തി, സുവിശേഷ വിരോധികളെ മിണ്ടാതാക്കാനുള്ള ശക്തി, തർക്കശാസ്ത്ര വിശാരദന്മാരായ ബുദ്ധിരാക്ഷസന്മാരുടെ യുക്തിചിന്തയെ മാറ്റിമറിക്കാനുള്ള ശക്തി. ആമേൻ. തന്റെ കുഞ്ഞുങ്ങളെ പതറാതെ നിർത്താൻ, ഉറപ്പോടെ ലോകത്തിന്റെ അറ്റം വരെയും യേശുവിന്റെ സാക്ഷികളാക്കി നിർത്താൻ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, ആ അത്യന്ത ശക്തി ഇറങ്ങി വരും. സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ പോയാൽ അവൻ വരും. ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നു, എന്നാൽ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയല്ല, നിങ്ങളിൽ വസിക്കും. ആമേൻ. കുഞ്ഞേ, നിന്നെ ചവിട്ടിത്തേച്ച ഇടത്തു വെച്ചു തന്നെ നീ അത്യന്ത ശക്തി പ്രാപിക്കണം. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അതേ പ്രിയരെ, വാഗ്ദത്തം പകർന്നു തരാൻ ഒരു സ്ഥലം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമം ഇനി ഉയർന്നു കേൾക്കാതിരിക്കാൻ ശിഷ്യന്മാരെ വേട്ടപ്പെട്ടി ആട്ടിൻകുട്ടിയെ ഓടിക്കുന്ന പോലെ ഓടിച്ചപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ പ്രാണരക്ഷാർത്ഥം കയറി ഒളിച്ചവരാണിവർ. സ്വർഗത്തേക്ക് മുഖമുയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഉപദ്രവം കഠിനമായപ്പോൾ വല്ലവഴിക്ക് ഓടിപ്പോയി ജീവൻ രക്ഷിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്. ഞാൻ പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കുന്നവരെ യെരൂശലേം വിട്ടു പോകരുത്. സ്തോത്രം. അരുമനാഥനെ വലിച്ചിഴച്ച സ്ഥാനത്ത്, അപമാനിച്ച സ്ഥാനത്ത്, മുഖരോമങ്ങൾ പറിച്ചെടുത്ത സ്ഥാനത്ത്, മുൾക്കിരീടം അടിച്ചു കയറ്റിയ സ്ഥാനത്ത്, ഓമനൽ ഭൂമിയെ ഉടമുജാലികളാക്കിയ സ്ഥാനത്ത്, അവിടെ തന്നെ തിരുനാമം വഹിക്കുന്നവൻ മാനിക്കപ്പെടണം. അവിടെ വെച്ചു തന്നെ വാഗ്ദത്തം പ്രാപിക്കണം. അത് കർത്താവിന്റെ തീരുമാനമായിരുന്നു. യെസ്, റോമൻ പടയാളികൾ, മഹാപുരോഹിതന്റെ ചേവകരും പരീശന്മാരുടെ സംഘവും ക്രിസ്ത്യാനിയെ കണ്ടാൽ പിടിച്ചുകെട്ടി കൊന്നുകളയാൻ വേണ്ടി യെരൂശലേമിന്റെ തെരുവീതിയിൽ റോന്തു ചുറ്റുകയാണ്. സ്തോത്രം. ഈ അവസരത്തിൽ ദൂരെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയി ജീവരക്ഷ പ്രാപിക്കേണ്ടതാ. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ഇവിടെ വെച്ച് തന്നെ തരണമെന്ന് എന്തിനാ നിർബന്ധം? സുരക്ഷിതമായി ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുത്ത പോരെ? കടിച്ചു കീറാൻ നിൽക്കുന്ന ഈ ജനത്തിന്റെ നടുവിൽ തന്നെ ഇനിയും കാത്തിരിക്കണോ? പ്രൈസ് ലോർഡ്. കുഞ്ഞേ, നിനക്കെതിരെ കരുക്കൾ നീക്കിയ സ്ഥാനത്ത് തന്നെ, നിന്നെ തകർക്കാൻ ശത്രു കരുക്കൾ നീക്കിയ സ്ഥാനത്ത്, അപവാദം പ്രചരിപ്പിച്ച സ്ഥലത്ത്, നീ ആക്ഷേപം ഏറ്റുവാങ്ങിയ സ്ഥലത്ത്, കണ്ണീരൊഴുക്കിയ ഇടത്ത്, അപമാന വിഷയമായി നിന്നെ മണ്ണിൽ വെച്ച് തന്നെ വാഗ്ദത്തം നിന്റെ മേൽ പകർന്ന് നിന്നെ അഭിമാന വിഷയമാക്കി മാറ്റണമെന്നുള്ളത് പുത്രന്റെ ആഗ്രഹമാണ്. നാട് വിട്ടു പോകരുതേ, വിറ്റിട്ടു പോകരുതേ, സ്ഥലം മാറ്റി വാങ്ങിപ്പോകരുതേ. നിന്നെ നിന്നിച്ച ഇടത്തു തന്നെ നിന്നെ മാനിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ദൈവം നിനക്ക് വേണ്ടി നന്മ കരുതി വച്ചിരിക്കുന്നു, അനുഗ്രഹം കരുതി വച്ചിരിക്കുന്നു. നിന്റെ തലമുറകൾ ഉയർത്തപ്പെടുന്നു. നീ കാണാൻ പോകുക യേശുവിന്റെ നാമത്തിൽ.
ഓ ഹല്ലേലൂയ. കുഞ്ഞേ, നിന്റെ മകളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത്, യെസ്, പരിശുദ്ധാത്മ പറയുക, നിന്റെ മകളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത്, കൊന്നാലും ആരും ചോദിക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത്, നിന്റെ ജീവിതത്തിൽ നൊമ്പരം മാത്രം സമ്മാനിച്ച ഇടത്ത്, അവിടെ തന്നെ ദൈവം നിന്റെ തലമുറയെ മാനിക്കും. ദൈവം മാനിക്കും. ഹല്ലേലൂയ. ചിലരോടായി ദൈവാത്മാവ് പറയുന്നു, കിട്ടുന്ന കാശിന് വിട്ടിട്ട് പോകാൻ ആഗ്രഹിച്ചു, അഡ്വാൻസ് വരെ കൈ തന്നതാ, എന്നിട്ടും എന്താ എഴുതിക്കാൻ ആള് വന്നില്ല. ആധാരം എഴുതാൻ തീയതി നിശ്ചയിച്ചിട്ടും വാങ്ങുന്നവൻ വന്നില്ല. ഉത്തരം പറയാം, ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ തന്നെ നീ പ്രാപിക്കണമെന്ന് നിന്നെ വീണ്ടെടുത്ത കർത്താവിന് നിർബന്ധമുണ്ട്. യേശുവിന്റെ നാമത്തിൽ വത്സല്യ സഹോദരി, കൈക്കുഞ്ഞിനെയും തോളിലിട്ടുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഉള്ളുരിക്കരഞ്ഞ മണ്ണിൽ തന്നെ ദൈവം നിന്നെ മാനിക്കുന്ന ദിവസം വരുന്നു. യെസ്, യേശുവിന്റെ നാമത്തിൽ. ചെയ്യാത്ത തെറ്റിന് കുറ്റവാളി എന്ന് മുദ്രകുത്തി ജോലിയിൽ നിന്ന് ശുശ്രൂഷയിൽ നിന്നെ അപമാനിച്ചിറക്കി വിട്ട സ്ഥലത്തു തന്നെ ദൈവം നിന്നെ മാനിക്കുന്ന നാൾ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം നിറവേറാൻ ദൈവം കുറിച്ചു വെച്ച വാഗ്ദത്ത കാലമുണ്ട്. വാഗ്ദത്തം നിറവേറാൻ ഒരു സ്ഥലവും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? സ്തെഫാനോസിന്റെ പ്രസംഗം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. അപ്പോസ്തലപ്രവൃത്തി 13:32. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. കുഞ്ഞെ, വാഗ്ദത്തം കേട്ടവനെ കല്ലറയിൽ ഒതുക്കിയാലും ക്രൂശിൽ തറച്ചാലും വാഗ്ദത്തം നിറവേറുന്നു. തിരുവചനം പറയുന്നു, യെശയ്യാവ് 53:10, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്താ കാരണം? ദൈവപുത്രനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന്, ഓമനപുത്രനെ തകർക്കാൻ ഇഷ്ടം തോന്നിയെന്ന്. എന്താ കാരണം? മക്കളെ, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. കുഞ്ഞെ, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. ഭർത്താവിന് നിന്നെ ഇഷ്ടമല്ലേ? അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ലേ? അപ്പന് നിന്നെ ഇഷ്ടമല്ലേ? സ്നേഹിച്ചവർക്ക് ഇപ്പോൾ ഇഷ്ടമില്ലേ? സാരമില്ല, സ്വന്തം പുത്രനെ തകർക്കാൻ തക്കവണ്ണം ദൈവം നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. മഹാദൈവം തന്റെ ഏകജാതനായ പുത്രനെ തല്ലുവാനും തറയ്ക്കാനും കൊല്ലാനും അനുവദിച്ചത് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. എന്തിനെന്നറിയാമോ? പുത്രൻ മുൾക്കിരീടം വെച്ചത് കുഞ്ഞെ നിന്റെ ശിരസിൽ അനുഗ്രഹത്തിന്റെ വാടാത്ത കിരീടം വെക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. എന്തിനാ ദൈവപുത്രൻ തുപ്പലേറ്റത്? നിന്റെ നിന്ന മാറ്റാൻ വേണ്ടിയാ. നിന്റെ നിന്ന മാറ്റാൻ വേണ്ടിയാ ദൈവപുത്രന്റെ മുഖത്ത് തുപ്പലേറ്റത്. എബ്രായ ലേഖനകാരൻ പറയുന്നു 2:10, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ദൈവത്തിന് യുക്തമായിരുന്നു. പുത്രനെ തകർക്കുന്നത് ദൈവത്തിന് യുക്തമായിരുന്നു. ലോകത്തിന്റെ യുക്തിയിൽ മൗഢ്യമായി തോന്നും, എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിന് അത് യുക്തമായിരുന്നു. ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ പുത്രൻ ലോകത്തിന്റെ പാപം ചുമന്നുകൊണ്ട് കഷ്ടാനുഭവങ്ങളിൽ തികഞ്ഞവനാകുമ്പോൾ പിതാവ് മുഖം മറച്ചു. എരിഞ്ഞുകത്തിയ സൂര്യൻ കണ്ണുപൊത്തി. കുഞ്ഞെ, നീ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതികൂലങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം നിന്നെ കാത്തു നിൽക്കുകയാ. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തമുള്ളവൻ ഗോൽഗോഥായിൽ ഒടുങ്ങുകയില്ല, കല്ലറയിൽ ഒതുങ്ങുകയില്ല. കല്ലറയ്ക്കപ്പുറത്ത് ഉറപ്പേറിയ വാഗ്ദത്തം ആമേൻ കാത്തു നിൽക്കുന്നുണ്ട്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ നാം കേട്ടു, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തമായിരുന്നു. സ്തോത്രം. ദൃക്സാക്ഷിയായ മത്തായി പറയുന്നു, നോക്കൂ, 28:2, മത്തായി 28:2, ഒരു ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. സ്തോത്രം. പുനരുത്ഥാനമെന്ന വാഗ്ദത്തത്തെ തടഞ്ഞുകൊണ്ട് ഭരണകൂടവും മതവും പാരമ്പര്യവ്യാധികളും ആചാര സംരക്ഷകരും ഐക്യതയോടെ ഉരുട്ടിവെച്ച വലിയ കല്ല് ദൂതൻ ഉരുട്ടി മാറ്റി. ഹല്ലേലൂയ. റോമ ഗവൺമെന്റിന്റെ ഭേദിച്ചുകൂടാത്ത മുദ്ര, ഇമ്പീരിയൽ മുദ്ര പതിച്ച കല്ല് ഉരുട്ടി മാറ്റി ദൂതൻ ആ കല്ലിന്മേൽ ഇരുന്നു. സ്തോത്രം. എന്തിനാ? ഇനി ഒരുത്തനും തിരിച്ചുരുട്ടി വയ്ക്കാതിരിക്കാൻ ദൂതൻ കല്ലിന്മേൽ ഇരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഭരണകൂടങ്ങൾ മാറി മാറി വന്നിട്ടും ക്രിസ്തുവിന്റെ കല്ലറവാതിൽക്കൽ വെച്ച ആമേൻ ആ കല്ല് ഉരുട്ടി മാറ്റി, ദൂതൻ ഉരുട്ടി മാറ്റി കല്ല് തിരിച്ചുരുട്ടി വയ്ക്കാൻ ഒരുത്തനും കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. എന്റെ മക്കളെ, കർത്താവ് നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താൽ അതിനെ തിരിച്ച് നാശക്കുഴിയിലാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 2:24 നിങ്ങൾ വായിക്കൂ. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ടവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തിന്റെ അധികാരി സകല ശക്തിയും പ്രയോഗിച്ചിട്ടും മരണത്തിനവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളത് തടസ്സമായിരുന്ന, അവൻ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് തടസ്സമായിരുന്ന, ആ വാഗ്ദത്തത്തിന് തടസ്സമായിരുന്ന മുദ്രവെച്ച് കല്ല് ദൂതൻ ഉരുട്ടി മാറ്റി. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ദൂതൻ കല്ലുരുട്ടി മാറ്റിയത് കൊണ്ടല്ല, ദൈവം ഇറങ്ങി വന്ന് മരണപാശം അഴിച്ചതുകൊണ്ടാണ് പുനരുത്ഥാനം എന്ന വാഗ്ദത്തം സംഭവിച്ചത്.
ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർപ്പിച്ചു. മരണപാശം ഈ സാധനം ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കിട്ടത്തില്ല കേട്ടോ. ലുലു മോളിൽ കാണത്തില്ല, OLX-ൽ പരതിയാലൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് അത് അങ്ങനെയൊന്നും ഇല്ലെന്ന് അർത്ഥമാക്കുന്നില്ല. പുനരുത്ഥാനം എന്ന വാഗ്ദത്തം നടക്കാതിരിക്കാൻ ദുഷ്ടപിശാച് കെട്ടിയ മരണപാശം നഗ്ന നേത്രങ്ങൾക്ക് കാണാനാവാത്ത ബന്ധനമാണ്. കല്ലറ വേണേ പൊളിക്കാം, റൂപാല് നമുക്ക് അഴിക്കാം, കല്ലുരുട്ടി മാറ്റാനും കഴിയും. എന്നാൽ മരണപാശം അഴിക്കണമെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരണം. ഓ ഹല്ലേലൂയ. വ്യക്തികളെ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, കുഞ്ഞെ, നിന്റെ മുമ്പിലുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രാർത്ഥനയുടെ ഫലമായി മാറിയിട്ടും ലഭിക്കേണ്ട നന്മ കയ്യിലെത്തുന്നില്ലേ? അദൃശ്യമായ തടസ്സം അനുഭവപ്പെടുകയാണോ? ശത്രു ചുറ്റിയിരിക്കുന്ന ദൃശ്യമായ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി അത്ഭുതം ചെയ്യാൻ നിനക്ക് വേണ്ടി മഹാദൈവം ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങി വരും, യേശുവിന്റെ നാമത്തിൽ. ഓ രക്തം ജയം. വാഗ്ദത്തം കേട്ടവൻ മൃഗയുദ്ധം ചെയ്താലും തകരത്തില്ല, കടലിളകിയാലും കൊടുങ്കാറ്റടിച്ചാലും മുങ്ങിപ്പോകത്തില്ല. ദൈവദാസനെ, ഞങ്ങൾ നോക്കിയിട്ട് തടസ്സമൊന്നും കാണുന്നില്ല, എന്ന കാര്യവിട്ട് നടക്കുന്നുമില്ല. കുഞ്ഞെ, നിന്റെ കണ്ണുകൾക്ക് ദൃഷ്ടിഗോചരി ഭവിക്കാത്ത ചിലതിനെ മരണപാശങ്ങളെ അഴിക്കുന്നവൻ വെട്ടിമാറ്റി പരിഹാരം വരുത്തി വാഗ്ദത്തം നിന്റെ കയ്യിൽ തരും. യെസ്, യേശുവിന്റെ നാമത്തിൽ. വീട് പണി മുടങ്ങിയിട്ട് നാളുകൾ പലതായിരിക്കുന്നു. 2 വീട് പണിയാനുള്ള പണം ചെലവാക്കി ഇന്നുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇനി ഉടനെ നടക്കുമെന്ന് നീ ചിന്തിക്കുന്നില്ല. ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, മരണപാശങ്ങളെ അഴിക്കുന്നവന് മുൻപിൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, തുറക്കാത്ത വാതിലുകളില്ല, ഒഴിഞ്ഞുമാറാത്ത പ്രതികൂലങ്ങളില്ല. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യോഗ്യമായ വിദ്യാഭ്യാസമുണ്ട്, ആരും ഇഷ്ടപ്പെടുന്ന സൗന്ദര്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന പിതാവ്, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന മാതാപിതാക്കളാണ്. പണത്തിനും പദവിക്കൊന്നും കുറവില്ല, പക്ഷെ പ്രായം കടന്നു പോവുകയല്ലാതെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല. ദൈവാലോചനയ്ക്ക് മുൻപിൽ ഹൃദയഭാരത്തോടെ ശിരസ് നമിക്കുന്ന ജീവിതമേ, നിന്റെ തലമുറ കുടുംബജീവിതം നയിക്കുന്നതിനു തടസ്സമായി ശത്രു ചുറ്റിവരിഞ്ഞ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. വിശ്വസിച്ച് ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ഭാര്യ ഭർത്താക്കന്മാരുടെ ശാരീരിക ക്ഷമത യാതൊരു ന്യൂനതയുമില്ല, എങ്കിലും ഒരു കുഞ്ഞിനെ മാറോട് ചേർക്കാൻ കഴിയുന്നില്ല. ചികിത്സകൾ മാറി ചെയ്തു, പ്രതീക്ഷകളെല്ലാം ഇപ്പം നഷ്ടപ്പെട്ടവരായി. പ്രാർത്ഥിക്കാൻ പോലും താല്പര്യമില്ലാതെ സ്വയം പഴിച്ചു നാടുകൾ കഴിക്കുന്ന ജീവിതമേ, നിന്റെ നന്മയ്ക്ക് തടസ്സമായി ശത്രു കെട്ടിയ കോട്ടകൾ ഇടിച്ചു നിരത്തി വാഗ്ദത്ത സന്തതിയെ നിന്റെ കയ്യിൽ തരാൻ ഞാൻ പ്രസംഗിക്കുന്ന ദൈവം മതിയായവൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഓ രക്തം ജയം. കുഞ്ഞെ, നിന്റെ കയ്യിലിരിക്കുന്ന ബയോഡറ്റ വളരെ മൂല്യമുള്ളതാ, പക്ഷേ ഉറപ്പ് പറഞ്ഞ ജോലി പോലും കിട്ടുന്നില്ല. ഒരു യോഗ്യതയില്ലാത്തവർക്ക് ജോലി കിട്ടിയിട്ടും ഇനി നിനക്ക് കിട്ടിയില്ല. ഇന്ന് പുലരിയിൽ ദൈവം ആ കെട്ടിനെ അഴിച്ചു മാറ്റുമെന്ന് പറഞ്ഞാൽ ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? കുഞ്ഞ്, ഒരുപക്ഷെ താങ്കൾ ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞ വ്യക്തിയായിരിക്കാം. നല്ലത് തന്നെ, സ്തോത്രം. എന്നാൽ അധികം നല്ലത്, സ്വർഗീയമായത്, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിമഹത്തായ ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. അരുമനാഥൻ പറഞ്ഞ വാഗ്ദത്തം. വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ യേശു പറഞ്ഞ വാഗ്ദത്തം? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും, നിത്യതയുടെ തീരത്ത്. ഹല്ലേലൂയ. അരുമനാഥനായ കർത്താവിനോടൊപ്പം നിത്യകാലം നിത്യാനന്ദം അനുഭവിക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ വാഗ്ദത്തം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. അതിമഹത്തായ ഈ വാഗ്ദത്തം പ്രാപിക്കാൻ കുഞ്ഞെ, ഒരു പൈസ ചെലവില്ല, ഒരു കൂദാശ്യം ചെയ്യേണ്ട. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുവിനെ കർത്താവും രക്ഷിതാവും നിന്റെ ദൈവവുമായി അംഗീകരിച്ച് ഏറ്റുപറയുക. വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഉപദേശ സത്യങ്ങൾ സ്വീകരിച്ച് അനുസരിച്ച് വിശുദ്ധിയോടെ കാഹളധ്വനിക്കായി കാത്തിരിക്കുക. ഇതത്രേ അതിമഹത്തായ വാഗ്ദത്തം. നീ മണ്ണിൽ ദ്രവിച്ചു ചേർന്നാൽ അവിടെ നിന്ന് നിന്നെ ഉയർത്തുമെന്നുള്ള വാഗ്ദത്തം. നിന്റെ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വമുള്ള ശരീരമാക്കി ഉയർത്തുമെന്നുള്ള വാഗ്ദത്തം. നിന്റെ മൺശരീരത്തെ ശരീരമായി ഉയർത്തുമെന്നുള്ള വാഗ്ദത്തം. അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുമ്പോൾ അവനോട് സമനാക്കി തീർക്കുമെന്നുള്ള വാഗ്ദത്തം. സ്തോത്രം. നിത്യ തേജസ്സിന്റെ നിത്യഘനം നിന്നെ പുതപ്പിക്കുമെന്നുള്ള വാഗ്ദത്തം. സ്തോത്രം. ഇനിയും ശേഷിക്കുന്നു. ഇപ്പോൾ ഏറ്റുപറയണം. ഇപ്പോൾ ദൈവത്തെ യേശുവിനെ ഏറ്റുപറയണം. ഒരു വാക്കിലെങ്കിലും പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി, കുറ്റങ്ങൾ പറ്റി ഞാൻ അങ്ങേ വിട്ടുമാറി ജീവിച്ചു. കർത്താവ്, ഞങ്ങളുടെ പൈതലായി ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ. എന്നെ നിന്റെ പൈതലാക്കി മാറ്റണമേ. ഇനി മുതൽ ഞാൻ അങ്ങയുടെ മാത്രം വകയായി ജീവിക്കും.
അങ്ങയോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കും. വേദപുസ്തകം അനുസരിച്ച് വിശുദ്ധ നയിക്കും. കുഞ്ഞേ, ഈ വാക്ക് നിന്റെ അധരത്തിൽ നിന്ന് ആത്മാർത്ഥമായി അടർന്നു വീണെങ്കിൽ അതിമഹത്തായ വാഗ്ദത്തത്തിന് നീ അവകാശിയാവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവർ ശുശ്രൂഷിക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് എല്ലാ നന്ദിയും എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും അർപ്പിക്കുന്ന സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. പ്രിയപ്പെട്ടവരെ, അടിമാലിയിൽ നടക്കുന്ന കൂടിവരവുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്, ബൈബിൾ ക്ലാസ്സുകൾ നടക്കുന്നു, ആരാധന നടക്കുന്നുണ്ട്, പരസ്യയോഗങ്ങൾ, ഉപവാസ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നു, മുറ്റത്ത് കൺവെൻഷൻ നടക്കുന്നു. നിങ്ങൾക്കും പങ്കെടുക്കാം. ദേശത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവധിക്ക് കടന്നു വരുമ്പോൾ ആഗ്രഹമുണ്ടെങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.